ഇന്ന് നമുക്ക് നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ? അപ്പം നമുക്ക് ചോറ്റുപാത്രത്തിൽ കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കി അതെടുത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യം നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നത് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ കോവയ്ക്ക ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും സമയം എടുക്കത്തില്ല ഇതിനകത്ത് നമ്മൾ അരിയുമ്പോഴത്തേനും. അപ്പോൾ ഇതെല്ലാം നല്ല തിന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് അരിയുമ്പോൾ ഒത്തിരി സമയം എടുക്കുമല്ലോ, ഇങ്ങനെ ആകുമ്പോൾ സമയം എടുക്കത്തില്ല. അപ്പോൾ ഒരു പാനിനകത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക് ഇതിനകത്ത് ചേർത്ത് കുറച്ച് ഉപ്പോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേനും അത് പിന്നെ നമ്മൾ തുറന്ന് വെച്ച് അതിങ്ങനെ ഒന്ന് ഉലർത്തിയെടുക്കണം. ആ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. നന്നായിട്ട് തന്നെ ഉലർത്തിയെടുക്കണം. അന്നേരമാണ് ഈ കോവയ്ക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടിയായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കല്ലേ വെച്ച് തന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കാം. പണ്ടൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അന്നൊന്നും മിക്സി ഇല്ലല്ലോ. അപ്പം ജസ്റ്റ് വെറുതെ ഒരു ഇതിന് വേണ്ടി ഞാൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ മിക്സിക്കകത്ത് ഇത് ചെയ്താൽ മതി. അപ്പം അരകല്ലിവിടെ ഇരുന്നതുകൊണ്ട് ഞാനിതൊന്ന് വെറുതെ ഒന്ന് ചെയ്തതേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഒന്നും യൂസ് ചെയ്യത്തില്ല ഇങ്ങനെ. ഇപ്പം നമ്മുടെ വറുത്ത മുളക്, ഉള്ളി, പിന്നെ ഇഞ്ചി, ഇതും പിന്നെ പുളിയും കൂടെ അരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളമൊന്നും അധികം ചേർക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ കുരുട്ടിയെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി നാൾ കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ കല്ലേൽ അരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചമ്മന്തി ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ സ്കൂളിൽ നമ്മളിങ്ങനെയാണല്ലോ, ചമ്മന്തിയൊക്കെയാണല്ലോ എപ്പോഴും കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു മുട്ടയോടെ പൊരിക്കാം. ഇപ്പം മുട്ടയ്ക്കകത്ത് ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങയോട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ മുട്ട പൊരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇനി നമ്മൾ പാനിനകത്ത് ഓയിൽ ഒഴിക്കുക. അതിനകത്തേക്ക് നമ്മുടെ മുട്ടയോടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഇന്ന് വെക്കാൻ പോകുന്ന കറികൾ. അപ്പോൾ നമ്മൾ ചോറെടുത്തിട്ടുണ്ട്. കുറച്ച് ചോറ് ചോറ്റുപാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ്റുപാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ പഴയ ഓർമ്മകളിലേക്കെല്ലാം തിരിച്ചു പോകും അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പം വെറുതെ ഒരു തമാശന് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ.